ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ. പണ്ടൊക്കെ എൻ്റെ ഹെയറും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരുന്ന സമയത്ത് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, എൻ്റെ ഹെയർ ഇതേപോലെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കണം എന്നും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് കിട്ടണം എന്നൊക്കെ. അപ്പോൾ അതിനെന്നെ സഹായിച്ച ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പിലിഗ്രിമിൻ്റെ പുതിയ ലോഞ്ച് ആയ, അതായത് ഓസ്ട്രേലിയൻ ടീ ട്രീ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ മാസ്ക് ആണ്. ഡാൻഡ്രഫ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് റിഡക്ഷൻ അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റൻ അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മുടി ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ നല്ലോണം കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസിങ് ഫീലൊക്കെ നന്നായിട്ട് കൊണ്ടുപോകും നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെയർസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ബാക്കി പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ടീ ടി എന്നൊക്കെ ഇവർ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. പിന്നെ ക്ലിനിക്കലി പ്രൂവൻ ആണ്. ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻ കേസ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ചെയ്താൽ യൂസ് ചെയ്യേണ്ടെന്നുള്ള കോഷൻസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ മാസ്ക് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 100% ഡാൻഡ്രഫ് റിക്കറൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഈ ഒരു പിലിഗ്രിമിൻ്റെ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ഒറ്റ വാക്കിൽ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇത് നൽകുന്ന ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ലോണം സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡീപ്ലി നറിഷ് ചെയ്യും, വിച്ച് മീൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രൈനെസ് കീപ്പ് അവേ ചെയ്യും. അപ്പം നിങ്ങൾ മറക്കാണ്ട് ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു ഹെയർ മാസ്ക് നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. ബൈ ചെയ്യാനുള്ള ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 545 രൂപയാണ്. അപ്പോൾ ML വൈസും കാര്യങ്ങളും പിന്നെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഇതുപോലെ ഒരു പാക്കേജിങ് ആണ് വന്നിട്ടുള്ളത്. ഈസി ടു ഓപ്പൺ ആണ്. പ്രൊഡക്റ്റ് നല്ലോണം തിക്കായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രൊഡക്റ്റ് ഇതേപോലെ ഇരിപ്പുണ്ട്. നല്ല വൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, തിക്ക് കൺസിസ്റ്റൻസിയാണ് പ്രൊഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി വൈസ് നോക്കുകയാണെങ്കിൽ. ബാക്കി നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല അമേസിങ് ആയിട്ടുള്ള ട്രീയുടെ അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. 97% ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്തത് ഡാൻഡ്രഫ് നല്ലോണം കുറയുന്നതായിട്ടാണ്. പിന്നെ 94% ആൾക്കാർ അടുത്ത നമ്മുടെ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഒക്കെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 90% ആൾക്കാർക്ക് ഫെൽറ്റ് ചെയ്തത്, അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ആ ഒരു മുടി ഭയങ്കര നറിഷ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ, അതായത് നമ്മുടെ ഹെയർ മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹെയർ മാസ്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അത്യാവശ്യം വെറ്റായിട്ട് നമ്മൾ മുടി വെക്കണം. അതിനുശേഷം വേണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നീഡഡ് ക്വാണ്ടിറ്റി നമ്മുടെ ഹെയറിൽ, അതായത് ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് ടു നമ്മുടെ ടിപ്പ് വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് ആ ഒരു മുടിയിൽ എല്ലായിടത്തും എത്തത്തക്ക വിധേന നമ്മൾ ഹെയർ മാസ്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 5 to 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഒരിക്കലും സ്കാൽപ്പിൽ ഹെയർ മാസ്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.